ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചൊരു ഫ്രണ്ടിന്റെ കല്യാണം. അങ്ങനെ ഒരു കല്യാണം കൂടാത്ത ആരും തന്നെ കാണില്ല. പക്ഷെ അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ച ഒരാളാണ് അച്ഛനായിട്ട് വന്ന് ഈ കല്യാണത്തിന്റെ പ്രധാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നെങ്കിലും അങ്ങനെ ഒരു കല്യാണത്തിനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ മിന്നെ കിട്ടുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. പള്ളിക്കകത്ത് ഫോട്ടോഗ്രാഫിയുടെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാന്ന് കരുതി അച്ഛനെ തപ്പിട്ട് കണ്ടേയില്ല. അച്ഛനെ കാണാത്ത വിഷമത്തിൽ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കനും പെണ്ണും ദേണ്ട പോകുന്നു. അമ്മു ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിന്റെ പിന്നിൽ യായുവിന്റെ ഒരു സഹകരണം കൂടെ ഉണ്ട്. യായു എന്നൊരു തുള്ളി പോലും കരഞ്ഞില്ല. അത് മാത്രമല്ല, ചേട്ടായിമാരുടെ എല്ലാം ഒക്കത്തുനിന്ന് പുള്ളി ഇറങ്ങിയിട്ടില്ല. യായു എന്താ കരയാത്തേന്ന് ഓർത്തുള്ള ടെൻഷൻ ആയിരുന്നു ഇന്ന് എല്ലാവർക്കും. കാരണം കരഞ്ഞാലല്ലേ കൈമാറാൻ പറ്റൂ. സമയം ഒട്ടും തന്നെ കളയാതെ നേരെ പരിപാടി നടക്കുന്ന ബാങ്ക്വറ്റിലേക്ക്. പുതിയ ജീവിതത്തിന് ഒരു മധുരത്തിന്റെ തുടക്കം തന്നെ നൽകി നമ്മുടെ ഗ്രൂമും ബ്രൈഡും കേക്കൊക്കെ കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ചു. ശേഷം നമ്മൾ ഫ്രെയിം ചെയ്യിപ്പിച്ചുകൊണ്ടുവന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് സ്റ്റേജിൽ വെച്ച് കൈമാറി ഫോട്ടോയും എടുത്തു. അതിനുശേഷം നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ടുപേരും സ്റ്റേജിന് താഴെ നിൽപ്പുണ്ടായിരുന്നു. അമ്മും അമ്മയും. രണ്ടാളെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റി അവരുടെ കൂടെ നിന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കെല്ലാം ശേഷം നമ്മളൊരു ഫാമിലി ഫോട്ടോയും കൂടെ എടുത്തു കേട്ടോ, ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും കൂടെ നിന്ന്. ശേഷം താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ കൂടെ PGക്ക് പഠിച്ച് ഈ ഒരു ഫ്രണ്ടിനെ കണ്ടു. സ്റ്റേജിലെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ പരിപാടിയിലേക്ക് നമ്മളും കിടന്നു. ഈ ടേബിളിൽ കനത്ത ബോളിംഗ് രേഖപ്പെടുത്തിയെന്ന കേട്ടോ പിന്നീട് അറിഞ്ഞ ഗ്രൗണ്ട് റിപ്പോർട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സാലഡ് ഒന്നും കഴിച്ച് വയറ് നിറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചോറും കറികളുമാണ് പ്രധാനമായിട്ടും എടുത്തത്. ഈ ഒരു ടേബിൾ ഉണ്ട്. ഫുഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു യുദ്ധഭൂമി പോലെ ഇല്ലേ, യുദ്ധഭൂമിയിൽ ഒരു ഭട ഇരുന്ന് വെള്ളം കുടിക്കുന്നതാണ് ഈ കാണുന്നത്. ചേട്ടന്മാരെല്ലാം നിൽക്കുന്നിടത്തേക്ക് പോകണമെന്നാണ് യായു പറയുന്നത്. പക്ഷെ ഇതിനൊരു തീരുമാനമാക്കിയിട്ട് എങ്ങോട്ടാണല്ലോ ഉള്ളതെന്നാണ് അമ്മു പറയുന്നത്. നമ്മുടെ സ്വന്തം റെയിൻബോ ഇവന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കല്യാണത്തിന്റെ അലങ്കാരപ്പണികളും അതുപോലെ തന്നെ സ്റ്റേജും എല്ലാം. എല്ലാ ഗ്യാങ്ങിലും ഒരു പ്രത്യേക സിറ്റുവേഷന് മാത്രം പാട്ട് പാടുന്ന ഒരു മച്ചാൻ കാണത്തില്ലേ, നമ്മുടെ ഗ്യാങ്ങിലെ ആ മച്ചാനാണ് കേട്ടോ ഈ പാട്ട് പാടുന്നത്. പാട്ടുപാടി മഴ പെയ്ച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ എവിടെയോ നിന്ന് അമ്മേനെ പാട്ടുപാടി ഗാലറി കൊണ്ട് ഇരുത്തി വെച്ച. പാട്ടിനൊപ്പം ഫ്രണ്ട്സിന്റെ പ്രോത്സാഹനം കൂടെ ആയപ്പോ അത് കണ്ട് കല്യാണച്ചക്കനും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ പാട്ടായി, ഡാൻസ് ആയി, ഫുൾ പൊളിയായിരുന്നു. കല്യാണത്തിന് പോയിട്ട് ഫുഡ് അടിച്ചു കഴിഞ്ഞ് പൊതുവെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഉറക്കം വരുന്നവർ കാണുമല്ലോ, അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക്.